ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദർശനാസ് വ്ളോഗ്സ്. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പൂന്തോട്ടത്തിൽ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ചെടികളിലേക്ക് എടുത്ത് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അത് എന്നും പതിവുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ആ രാവിലെ തന്നെ ഞാൻ ചെടിയുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കും, എന്തൊക്കെയുണ്ട്, പുതിയ പൂക്കൾ വിരിഞ്ഞോ, ചെടി എങ്ങനെ നിൽക്കുന്ന, ഉഷാറില്ലേ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കും. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയുള്ള എന്ത് കാര്യത്തിനും ഞാൻ ഇറങ്ങാറുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ജസ്റ്റ് അമ്പലത്തിൽ പോയി, ഇത് വേറൊരു ദിവസം പോയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. അപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ മനസ്സിനൊക്കെ ഒരു സുഖമല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് പോയി വന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ കയ്പ വിത്തൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് ഗ്രോ ബാഗിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. പയർ, അതുപോലെ നമ്മുടെ ഈ ഒരു കയ്പവള്ളിയും കൂടിയും പടർത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു കമ്പുകളൊക്കെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് പുതിനയുടെ ഇലയാണ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച പച്ചക്കറി വാങ്ങിക്കുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു പുതിനയുടെ ഈ ഇല. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പ് എടുത്തിട്ട് കുത്തി കൊടുത്തപ്പോൾ നിറയെ അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പച്ചമുളകും ഉണ്ടായിട്ടുണ്ട്. പച്ചമുളക് ആകെ 2-3 എണ്ണമാണ് കേട്ടോ നിൽക്കുന്നുള്ളൂ. 4 പച്ചമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വിത്തിട്ടിട്ട് അങ്ങനെ മുളച്ചതല്ല കേട്ടോ, തന്നെ മുളച്ചുണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു പച്ചമുളകാണ് കേട്ടോ. ചെടിയുടെ ചുവട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടേ അപ്പോൾ അങ്ങനെ തന്നെ മുളച്ചിട്ടുണ്ടായതാണ്. പിന്നെ അതാ നമ്മുടെ മത്തങ്ങ അതാ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മത്തങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-50ഓളം മത്തങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കൊഴിഞ്ഞു പോവായിരുന്നു. കൊഴിഞ്ഞു പോവാച്ചെങ്കിൽ ഈ മയിലുകൾ നിറയെ ഉള്ളതുകൊണ്ട് തന്നെ ഒക്കെ കൊത്തി കളയായിരുന്നു കേട്ടോ, കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ട്. അപ്പോൾ ഈ ഒരെണ്ണം മാത്രമേ മത്തങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതാ ഞാൻ ഒരുപാട് ചിരട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഈ ഒരു 10 മണി ചെടികളൊക്കെ ഈ ടേബിൾ റോസ് ഒന്ന് വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് മണ്ണിൽ വെച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെ ചിരട്ട വെച്ചിട്ട് ഷേപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളിയുടെ തോല് നമ്മളെ വീട്ടിൽ തന്നെ ആവശ്യത്തിന് ഓരോന്നും ഉണ്ടാക്കുമ്പോൾ എടുത്തിട്ടുള്ള ഉള്ളിയുടെ തൊലികളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും, എന്നിട്ട് അതൊക്കെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. 2 ദിവസം വെള്ളം ഒഴിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇപ്പം മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാതെ ഡയറക്റ്റായിട്ട് തന്നെ ഉള്ളിത്തോല് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ കർട്ടൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും വേറൊരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ള കർട്ടൻ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തരികയായിരുന്നു. അപ്പോൾ നല്ല ഒരു കോഫി ബ്രൗൺ കളറാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ക്ലോസ് ചെയ്തിടാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ലൈറ്റിങ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കർട്ടനാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. കോഫി ബ്രൗൺ കളറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഇത് ഫിറ്റ് ചെയ്യലും കഴിയും കേട്ടോ അളവെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് അവരുടെ ലോഗോ. അപ്പോൾ അവർ വെച്ച എല്ലാ ജനലിലും വെച്ചിട്ടുള്ള കർട്ടനിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇതുപോലെ ഈ ഒരു ലോഗോ അവർ ഒട്ടിച്ച് വെച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പ്രേമാൻറ്റി ഇവിടെ ഇതാ മുരിങ്ങക്കായ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മുരിങ്ങ മരം ചെറുതാണെങ്കിലും ഒരുപാട് മുരിങ്ങക്കായ ഇതിലുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വീടുകളിലേക്കും ഇത് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് മുരിങ്ങക്കായ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ള മുരിങ്ങക്കായും കൂടെ പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മുരിങ്ങക്കായ പൊട്ടിച്ച ഉടനെ തന്നെ ആ ഒരു കമ്പും കൂടെ പോകുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും അതെ നമ്മൾ മുരിങ്ങക്കായ ഇതിന്ന് പൊട്ടിക്കാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ ഇതുപോലെ കൊമ്പങ്ങ് ഒടിഞ്ഞു പോരുകയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ 2-3 ദിവസം ഈ ഒരു മുരിങ്ങയുടെ ഇല വെച്ചിട്ട് അങ്ങ് കറി ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. എന്ന് പൊട്ടിക്കുമ്പോഴും അതെ ഇതുപോലെ ഇതങ്ങ് പൊട്ടി വീഴും കേട്ടോ. അപ്പോൾ അത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് അതങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ പ്രേമാൻറ്റി. അപ്പോൾ അത് അത്രയും മുരിങ്ങക്കായ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നാടൻ മുരിങ്ങക്കായാണ്, വിഷം ഒന്നുമില്ലാത്തത്. നമുക്ക് അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഒരുപാട് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെറുതെ കഴിക്കും. അതുപോലെ എണ്ണയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കാറുണ്ട്. ബാക്കിയുള്ള മാങ്ങയൊക്കെ നമ്മൾ തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ട് അതങ്ങ് മിക്സിയിലിട്ടിട്ട് ജ്യൂസാക്കിയിട്ട് അരച്ചെടുക്കട്ടെ, വെള്ളമൊന്നും ചേർക്കാതെ. എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടൈമിലൊക്കെ അതൊന്ന്
കുറച്ചെടുത്തിട്ട് അതിൽ വെള്ളവും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ടാങ്കൊക്കെ കുടിക്കുന്ന പോലെ അങ്ങനെ കുടിക്കാൻ പറ്റും. അത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി മാങ്ങയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കൂ. അതാവുമ്പോൾ നമുക്ക് ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുടിക്കാനും പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന മാങ്ങയല്ലേ, വിഷമൊന്നും ചേർക്കാത്ത മാങ്ങയാണ്. പിന്നെ അത് നമുക്ക് തലേ ദിവസം നമ്മുടെ ചോറ് ബാക്കി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് ഇതുപോലെ നമ്മൾ മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ട് നമ്മുടെ നൂലുപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അച്ച് വെച്ചിട്ട് അതിൽ നമ്മൾ അച്ച് മാറ്റി കൊടുക്കണം കേട്ടോ. ഇതുപോലുള്ള അച്ചാക്കി കൊടുത്തിട്ട് ഇങ്ങനെ കറക്കി എടുത്ത് കഴിഞ്ഞിട്ട് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കി എടുത്തിട്ട് അത് നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി തലേ ദിവസമൊക്കെ ചോറ് ബാക്കി വന്നാൽ അതൊന്നും കളയാതെ ഇതുപോലെ അരിമുറുക്കൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാനും. പിന്നെ അതാ കുഞ്ഞാവ സ്കൂൾ വിട്ടിട്ട് വരാറായിട്ടുണ്ടെന്ന് ഒരു സ്കൂളുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ അവൾ വരുമ്പോഴത്തേക്കും ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൈദ ചേർത്തിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ചേർത്തിട്ട് അതിൽ കുറച്ച് ഏലക്കായൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് കുഞ്ഞാവയ്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ വരുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും ഇതുപോലെ സ്നാക്സ് ഇപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആൾ വന്നു കഴിഞ്ഞാൽ എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവളെ കൊണ്ടുവരാൻ പോവുകയാണേ. കുഞ്ഞാ, സ്കൂളിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടായോ? കൊറേ ഫ്രണ്ട്സ് ഉണ്ടോ? ആണോ? ഓക്കെ. അപ്പോൾ കുഞ്ഞാവേനെ കൂട്ടിയിട്ട് വരികയായിരുന്നു. അപ്പോൾ ദാ മയിലിങ്ങനെ പീലി വിടർത്തി ആടുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് അതൊന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഇങ്ങനെ പീലി വിടർത്തിയിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് രാവിലെ ഉച്ച വൈകിട്ട് അങ്ങനെയൊന്നുമില്ല, അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഒരുപാട് മയിലുകളുണ്ട്, അതെല്ലാം തന്നെ ഇങ്ങനെ വന്നിട്ട് പീലി വിടർത്തി ആടുന്ന് കാണാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.